ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗരം മസാലപ്പൊടി എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ്. നല്ല മണവും ഗുണമൊക്കെ ഉള്ളൊരു ഗരം മസാലപ്പൊടിയാണ്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കാറ്. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഗരം മസാലപ്പൊടിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗരം മസാലപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഗരം മസാലപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കറുവപ്പട്ടയാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കറുവപ്പട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. വലിയ ജീരകമല്ല, അതാണ്. മറ്റ് ഇൻഗ്രീഡിയൻസിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണ്ടത് ഈ ഒരു പെരിഞ്ജീരകമാണ്. 6 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ജാതിപത്രിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിക്കയുടെ കുരു ഉണ്ടെങ്കിൽ വലുതാണെങ്കിൽ പകുതി ഇട്ട് കൊടുക്കുക, ചെറിയ ജാതിക്കയാണെങ്കിൽ ഒരു ചെറുതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തക്കോലാണ്, 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കൂടി പോകണ്ട, അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗരം മസാലപ്പൊടിയുടെ ആ ഒരു കുത്ത് ഭയങ്കരമായിട്ടുണ്ടാവും, അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഞാനിവിടെ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് 2-3 ബേ ലീഫ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നിർബന്ധമല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഇതെല്ലാം അളന്നെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ടേബിൾ സ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ടേബിൾ സ്പൂണുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അളന്നെടുക്കുക. കറക്റ്റായിട്ട് അളന്നെടുത്തിട്ട് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണമായിരിക്കും കൂടുതൽ ഇങ്ങനെ മുന്നിട്ടൊക്കെ നിൽക്കുക. അപ്പോൾ അളന്നെടുത്തിട്ട് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഗരം മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് എടുക്കുക, ആ ഒരു രീതിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ സാജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അത് കിട്ടില്ല തോന്നുന്നു കേട്ടോ. ഞാൻ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും ഈ ഒരു സാജീരകം കണ്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചിലർ ഈ ഒരു ഗരം മസാലപ്പൊടിയിൽ മല്ലിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാറ്. ഞാൻ പക്ഷേ മല്ലിയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ഗരം മസാലപ്പൊടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമാണ് ഇത് എല്ലാ ഭാഗം ഇങ്ങനെ ഒരേപോലെ ചൂടായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ പുറത്ത് വരുള്ളൂ. അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഒട്ടും കരിഞ്ഞൊന്നും പോവരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗരം മസാലപ്പൊടി ഒന്നിനും കൊള്ളില്ല. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കിയിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രമാണ് ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു അളവിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിതിലും കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തിയാൽ മതി, കുറച്ചൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയിട്ട് എടുക്കണമെന്നുള്ളവർ ഈ ഒരു അളവിൽ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം പിന്നെ അടുത്ത പ്രാവശ്യം കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാലും മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം തന്നെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഒരു പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോകട്ടെ ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കാരണം. അപ്പോൾ പെട്ടെന്നൊരു പരന്നൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ചൂടൊന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു നല്ലൊരു ചൂടൊക്കെ പോയിട്ട് ചെറിയൊരു ചൂടിലിരിക്കില്ല, ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. വെയിൽ നന്നായിട്ട് കൊള്ളിച്ചതിന് ശേഷം നമുക്ക് പൊടിച്ചെടുത്താലും മതി. അപ്പോഴും നല്ലൊരു മണമൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു ഗരം മസാലപ്പൊടിക്ക്. ഇപ്പോൾ ഇതേ ചെറിയൊരു ചൂടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ ഗരം മസാലപ്പൊടി എല്ലാ തരം ബിരിയാണികൾക്കും അതുപോലെ തന്നെ നമ്മൾ ഏത് കറിയിലൊക്കെയാണോ ഗരം മസാലപ്പൊടി ചേർക്കുക, ആ ഒരു കറികളിലൊക്കെ ഈ ഒരു ഗരം മസാലപ്പൊടി ചേർക്കാവുന്നതാണ്. ഫസ്റ്റ് ടൈമൊക്കെ ഈ ഒരു ഗരം മസാലപ്പൊടി ഉണ്ടാക്കണവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഗരം മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ അതേ എല്ലാം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ അതേ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോട്ടെ. മിക്സിയിൽ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് വരുമ്പോൾ ആ ഒരു മിക്സിയുടെ ഒരു ജാറിൻ്റെ ആ ഒരു ചൂടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോകണം. ചൂടൊക്കെ ആറിന് ശേഷം വേണം പിന്നെ നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാനായിട്ട്.
ഇനി ഇത് നല്ലോണം ചൂടാറാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ചൂടോടെ തന്നെ നമ്മളിതൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂടിൻ്റെ ആവിയൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഗരം മസാലപ്പൊടി നാശമായിട്ടൊക്കെ പോകും. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ തുറന്ന് വെക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഗരം മസാലയുടെ ആ ഒരു മണമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഫുഡ് ഐറ്റങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഗ്ലാസിൻ്റെ ബോട്ടിലോ അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ജാറിലേക്കൊക്കെയാണ്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യണ ഒന്നാണ്. പ്രത്യേകിച്ച് പുളി, ഉപ്പ്, പഞ്ചസാര അതൊന്നും നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. അതൊക്കെ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ജാറുകളും ബോട്ടിലൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. നല്ല വില കുറവാണ് കേട്ടോ. കടയിലത്തേനേക്കാളും വില കുറവാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചൊക്കെ വെക്കുക കേട്ടോ. പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. പിന്നെ നല്ല ചൂടുള്ള ചോറൊക്കെ ചിലരൊക്കെ കാണാം പ്ലാസ്റ്റിക് പ്ലേറ്റിലൊക്കെ അങ്ങനെ വിളമ്പിയിട്ട് കഴിക്കണം. അതൊന്നും ചെയ്യരുത്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീട്ടമ്മമാരും കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ വലിയ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാതും ഞാനൊരു ബോട്ടിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേറൊരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൂടുതലുള്ളത് ഞാൻ എടുത്ത് വെക്കും. ചെറിയ കുപ്പിയിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം പെട്ടെന്നൊക്കെ ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കുപ്പിയിലിട്ടിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു മൂടിയൊക്കെ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോവും. ഇതുപോലെ നമ്മൾ പകുതി എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞാലും നമുക്കത് എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് നല്ല ഗരം മസാലപ്പൊടി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്